നമസ്കാരം. ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ അടക്കം വയ്ക്കൽ എന്ന് പറയാം. സ്വയം അടക്കം വയ്ക്കാം, അത് കുറച്ചുകൂടി സുഖമാണ്. അതല്ലെങ്കിൽ പുറത്തുള്ള ശക്തികൾക്ക് അടക്കം വയ്ക്കാം, അതത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. സ്വയം അടക്കം വെച്ച് കഴിഞ്ഞാൽ അനല്പമായിട്ടുള്ള സുഖമുണ്ടാകും. പക്ഷേ പുറത്തുനിന്നൊരാൾ അടക്കം വയ്ക്കാൻ വന്നാൽ നമുക്ക് ദുഃഖങ്ങളെ ഉണ്ടാകുള്ളൂ. ഒരിക്കൽ കോഴിക്കോടുള്ള ഒരു ആശ്രമത്തിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സന്യാസി വര്യൻ, കൊളത്തൂർ സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ചിദാനന്ദപുരി സ്വാമികൾ. അവിടെ കുറച്ച് ആൾക്കാർ വന്നു. അവർ വന്ന് വലിയ കാറിലൊക്കെയാണ് വന്നത്. അവർ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഈ വാതിലടച്ചിട്ട് സംസാരിക്കുന്ന പരിപാടിയില്ല, അതിൽ തുറന്നു കിടന്നിട്ടാണ് സംസാരിക്കുന്നത്. അവരൊരുപാട് പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. നിർത്താതെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിക്കോളൂ, പൈസ ഞങ്ങൾ തരാമെന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറോളം ഇവരുടെ പദ്ധതികൾ മുഴുവൻ അദ്ദേഹം കേട്ടിരുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പണം എത്രയാണെങ്കിലും തരാം. ആ തരുന്ന പണത്തിൻ്റെ ഇരട്ടി, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി കിട്ടി ബോധിച്ചു എന്ന് അവർക്ക് എഴുതി കൊടുക്കണമെന്ന് മാത്രം. അവർ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് വൈറ്റ് മണി അങ്ങനെ ഒന്നുണ്ട്. അത് ഒരു കോടിയാണെങ്കിൽ ആ 1 കോടി ഇദ്ദേഹത്തിന് കിട്ടിയത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഇൻകം ടാക്സിൻ്റെ ഇളവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ എഴുതി കൊടുത്താൽ ഒരു കോടിക്ക് 2 കോടി എഴുതി കൊടുത്താൽ ഇവർ 4-5 കോടി കൊടുക്കും. അത് നോട്ടും കെട്ടുകളായിട്ടാണ് കൊടുക്കുക. ഇങ്ങനെയുള്ള ചില അടവുകൾ അദ്ദേഹം കംപ്ലീറ്റ് ഒരു വിദഗ്ധനായിട്ടൊരാൾ വേദം ചൊല്ലുമ്പോൾ സന്യാസിമാരിരിക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ കേട്ടിരുന്നു, സുസ്മേരവദനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, സ്വാമിയൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് കൃഷ്ണകുചേല സിനിമയിൽ നാരദർ അപ്രത്യക്ഷമാകുന്ന പോലെയാണ് ആ വന്ന 5-6 ആൾക്കാർ അപ്രത്യക്ഷമായത്. പൈസ കിട്ടും, ഞങ്ങൾക്ക് ഇത്ര കിട്ടിയെന്ന് എഴുതി കൊടുത്താൽ അതിൻ്റെ ഇരട്ടി പൈസ കിട്ടും. ഈ കിട്ടിയ പൈസയുടെ കണക്ക് മുഴുവൻ, കിട്ടുന്ന പൈസയിൽ പകുതി ഇതുവാണേ. പിന്നെ അതിൻ്റെ കണക്ക് മുഴുവൻ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കേണ്ടത് ആരാ? രാപ്പകൽ ഉറക്കമില്ലാതെ ആയുസ്സാണ് നഷ്ടപ്പെടുക. കള്ളപ്പണവും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഇടപാടുകളിലൂടെ ആയുസ് പോലും നഷ്ടപ്പെടും എന്നർത്ഥം. രാത്രി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു മുട്ടുകെട്ട ഉടനെ തന്നെ ഞെട്ടി ഉണരും. ഉറക്കമില്ലാത്ത രാത്രികൾ. ഞാനിത് പറയാൻ കാരണം, FCRA എന്ന ബില്ല്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷനാണത്, ആക്റ്റാണത്. വിദേശത്ത് നിന്ന് പണം കിട്ടുന്നു, അതിനിപ്പോൾ എന്താ കുഴപ്പം? നിങ്ങളിപ്പോൾ ആരെങ്കിലും വിദേശത്തുള്ള ആൾ സ്വാമിയുടെ ഇപ്പോൾ ലാപ്ടോപ്പും മൊബൈലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ പാവം, അദ്ദേഹത്തിന് കുറച്ച് പൈസ അയച്ചു കൊടുക്കാം എന്ന് കരുതി നിങ്ങൾ പൈസ അയച്ചു തന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ത്രൂ ബാങ്ക് ആയിരിക്കണം. എൻ്റെ കയ്യിൽ കൊണ്ടുവന്നൊരു 10 ലക്ഷം തന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ത്രൂ ബാങ്ക്. ഗവൺമെൻറ്റിനെ, സർക്കാരിനെ നമുക്ക് വഞ്ചിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ 100, 140, 150 കോടി ആൾക്കാരുണ്ട്. സർക്കാരിനെ വഞ്ചിക്കാം. ഒരു തവണ
വഞ്ചിക്കാം, 2 തവണ വഞ്ചിക്കാം, 3 തവണ വഞ്ചിക്കാം, 4ാമത്തെ തവണ വഞ്ചിക്കും. ആര്? ഗവൺമെൻറ് ഈ വഞ്ചിക്കുന്നവൻ വഞ്ചിക്കും. അവന് ഞെക്കി പിടിഞ്ഞെടുത്തുകൊണ്ടു. ആയതുകൊണ്ട് തന്നെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള FCRA ബില്ലിനകത്ത് ഇവിടെ നടന്നു വരുന്ന ഒരു കാര്യത്തിനെയും നിഷേധിച്ചിട്ടില്ല, ഒരു കാര്യത്തിനും തടസ്സവും നിന്നിട്ടില്ല. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എവിടെ നിന്ന് പണം വരുന്നു, വന്ന പണം എന്തിനായിട്ടാണ് വരുത്തുന്നത്, ആ പണം അതിന് തന്നെയായിട്ടാണോ വിനിയോഗിക്കുന്നത്, അതിൻ്റെ സർവ്വ കണക്കുകളും ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കണം. പക്ഷേ അനധികൃതമായിട്ട് കിട്ടുന്ന സ്വത്തുകൾ, ഒരു വീട്ടിലൊരു കുട്ടി അച്ഛൻ്റെ ബാഗിൽ നിന്ന് രഹസ്യമായിട്ട് 1000 രൂപ കട്ടെടുത്തു. അച്ഛൻ അറിഞ്ഞിട്ടില്ല, അച്ഛൻ കോടീശ്വരൻ, അച്ഛൻ അറിഞ്ഞിട്ടില്ല. അവൻ പിറ്റേ ദിവസം ഒരു ഷർട്ടിൻ്റെ തുണി എടുത്തു, ഒരു ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ അമ്മ ചോദിക്കുന്നത് എവിടെ നിന്നാണ് നിനക്ക് പൈസ കിട്ടിയേ, കണക്ക് പറയണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് കട്ടെടുത്ത്, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ കള്ളപ്പണം കൊണ്ട് അത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് പറയും? അതെ, ഇന്നലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മാവനെ, ഏതമ്മാവൻ? എൻ്റെ ചെറിയ അമ്മാവനെ. അമ്മയ്ക്ക് അപ്പോഴേക്കും കാര്യം മനസ്സിലായിടാ, നീ അച്ഛൻ്റെ പേഴ്സിന് പൈസ എടുത്തോ? ഇല്ലില്ല, പൈസ എടുത്തല്ലോ. ഇന്നലെ ആ പേഴ്സിനകത്ത് വെച്ച് 2000 രൂപയാണല്ലോ, 1000 രൂപയുള്ളല്ലോ, നീ അല്ലേ എടുത്തത്? ചോദ്യം ചെയ്തതോടുകൂടി കാര്യം പൊട്ടി. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. തങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ കണക്ക് അടി മുതൽ മുടി വരെ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കണം. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന പല പൈസകളും അതിൻ്റെ 60-70% കാര്യങ്ങൾ മുഴുവൻ കൺവെർഷൻ പദ്ധതികൾക്കായിട്ടുള്ള പ്രചരണം, അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. ഇത്ര നാളും അതാ ചെയ്തിരുന്നത്. ഇവിടെ എല്ലാവരും മദർ തെരേസ നമ്മുടെ ഹിന്ദുക്കൾ പോലും അവരണ്ണാക്കിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുക മദർ തെരേസ. അവരും ഇതുവരെയാണ് ചെയ്തിരുന്നത്. കോടികളുടെ മേലെ കോടികൾ, 1, 2, 3, 10, 1000 കോടികളൊന്നും അല്ല കണക്ക്. അത് വെച്ചുകൊണ്ട് അവരും ചെയ്തിരുന്ന ഇവാഞ്ചലിസം 2000 മതം മാറ്റം, 2000 ആണ്ടോടുകൂടി ഇന്ത്യയെ പരിപൂർണമായിട്ട് ക്രൈസ്തവവൽക്കരിക്കുക. നടന്നില്ല. ഇവിടെ ഒരു കാര്യവും ഒരു വിദേശ കൈകടത്തിൽ ഇവിടെ നടക്കില്ല. പ്രത്യേകിച്ച് ആധ്യാത്മിക രംഗത്ത്, ഭൗതിക രംഗത്തല്ല. കാരണം കാറൽ മാർക്സ് ഒരിക്കൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കമ്മ്യൂണിസം പോലും നടപ്പാവില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഗാന്ധിയുണ്ട്. അതൊരു മഹാമലയാണ്. അതിനെ മറികടന്ന് പോകാൻ, മഹാത്മാഗാന്ധിയെ മറികടന്ന് പോകാൻ ഒരു പ്രസ്ഥാനത്തിനും, അത് മതമാകട്ടെ, മറ്റേതെങ്കിലും വിശ്വാസ സംഹിതകളാകട്ടെ, രാഷ്ട്രീയ നിലപാടുകളാകട്ടെ, മഹാത്മാഗാന്ധിയെ കടന്നു പോകാൻ പറ്റില്ല. അത് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ എനിവേ, ഇവിടെ FCRA ബില്ല് വരുമ്പോൾ ആരാണ് കൂടുതൽ വിഷമിക്കുന്നത്? അനധികൃതമായിട്ട് പൈസ കൈയാളുന്ന ആളുകൾ. വിദേശത്ത് പൈസ കൊണ്ടുവരുന്നു, അത് ശരിയല്ലാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. അവർക്കല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയ്യോ നിലവിളിക്കുക, കള്ളനാ നിലവിളിക്കുക. ഞാനിവിടെ പോലീസുകാർ വന്ന സമയത്ത് ഞാനവർ സ്വീകരിച്ചിരുത്തി. ആദ്യം തന്നെ ചോദിച്ചതാണ്, മലപ്പുറത്തു നിന്നാണോ? അതെ. പോലീസുകാരല്ലേ? അതെ. അത് പിന്നെ കണ്ടാലറിയാലോ. അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാം ക്ലീനായിട്ട് പറഞ്ഞു. ഞാൻ ചെയ്തു എന്നവർ പറയുന്ന കുറ്റകൃത്യത്തിന് അതിനൊരു എന്തായാലും ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള മൊബൈലും കാര്യങ്ങളും എടുത്തുകൊണ്ടുപോകുമ്പോൾ സാർ അതങ്ങനെ കൊണ്ടുപോകരുത് സാർ എന്നും ഞാൻ പറഞ്ഞില്ല. അവരൊരു പ്രൊസീഡിങ്സിന് എതിരെ നിന്നില്ല. കാരണം അതിലൊരു വ്യക്തിയും എൻ്റെ ശത്രുവല്ല. എനിക്ക് എതിരായിട്ട് നിൽക്കുന്നത്, അഥവാ എനിക്ക് എതിരായിട്ട് ഞാൻ നിർത്തിയത് നിയമത്തെയാണ്. നിയമത്തെ ഉല്ലംഘിച്ചു.
ആ നിയമത്തിൻ്റെ കയ്യാളുകൾ വന്നിട്ട് എനിക്ക് പൂമാലയിടില്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്കെതിരായിട്ട് നമ്മളുടെ സുഖ കാര്യങ്ങൾക്ക് നമ്മൾ അത് പര്യന്തം നമ്മൾ സഞ്ചരിച്ച വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ പതുക്കെ മറികടക്കാനേ പറ്റൂ, തിരിഞ്ഞു പോലെയല്ല വേണ്ടത്. പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം നീട്ടാൻ സാധ്യതയില്ല. ഡീലിമിറ്റേഷൻ ബില്ലിനായിട്ട് പ്രത്യേക സമ്മേളനം ഇനി വിളിക്കാൻ സർക്കാർ പദ്ധതിയില്ല. ഇപ്പം തന്നെ അത് ഫൈനലൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് ഈ സമ്മേളനത്തിൽ പാസ്സാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയിലുള്ള വ്യക്തികൾ, അസോസിയേഷനുകൾ, കമ്പനികൾ എന്നിവർ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒരു തെറ്റല്ല, ശരിയാണ്. അവിടുന്ന് ഇങ്ങോട്ടല്ലേ പൈസ വരുന്നത്. അവിടെ സ്കൂളുകൾ ഉണ്ടാകുന്നു, പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാക്കുന്നു, വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്നു. ഒക്കെ വളരെ നല്ല കാര്യങ്ങളല്ലേ. പക്ഷേ ഈ സംഭവങ്ങൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നു, അത്രമാത്രം. 2010 വിദേശ സംഭാവന 2010 കേട്ടോ, 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് FCRA ഭേദഗതി ബില്ല് ലക്ഷ്യപ്പെടുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്നർത്ഥം. അതങ്ങനെ ഏതൊരു നിയമമാണെങ്കിലും ആ നിയമത്തെ മറികടന്ന് പോകാൻ ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇടുക്കിയിൽ ഡാം പണിതിട്ടുള്ളത്. അതെല്ലാ വർഷവും അതിൻ്റെ ആൾക്കാരൊന്ന് പരിശോധിക്കും, അതിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇത്ര വർഷം കഴിഞ്ഞാൽ അത് പൊളിച്ചു കളയേണ്ടി വരും, അല്ലെങ്കിൽ പുതിയത് കെട്ടേണ്ട വരും. അല്ലാണ്ട് 1000 കൊല്ലത്തിക്കുന്നൊരു ഡാം നിലനിൽക്കില്ല. അതുപോലെ ഇവിടെയും നമ്മളുടെ സുഖശീതളിമയാർന്ന മുന്നേറ്റത്തിന് അടക്കം വയ്ക്കുന്ന നിയമകാര്യങ്ങൾക്കും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിനൊന്ന് പുതുക്കി പണിയേണ്ടി വരും. അതാണ് 2026 മാർച്ച് 25 ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത്. ബില്ല് പരിഗണനയ്ക്ക് വന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ചർച്ചയ്ക്ക് മറുപടി നൽകാനോ ചർച്ചയിൽ ഇടപെടാനോ കഴിയുമെന്ന് സ്രോതസ്സുകൾ പറഞ്ഞു, അധികാരികൾ പറഞ്ഞു. ബില്ല് പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് അവിടെ ചർച്ച നടത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തും. മന്ത്രി അതിന് മറുപടി പറയേണ്ടി വരും ജനാധിപത്യ രീതിയിൽ. വനിതാ സംവരണ ഡീലിമിറ്റേഷൻ ബില്ലുകളിൽ ഓഗസ്റ്റ് 16 മുതൽ 18 വരെ പ്രത്യേക സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു NIAയോട് പറഞ്ഞു. FCRA രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ കീഴടങ്ങുകയോ സാധുത നഷ്ടപ്പെടുകയോ ചെയ്ത സംഘടനകളുടെ വിദേശ സംഭാവനകളും ആസ്തികളും അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു നിയുക്ത അതോറിറ്റിയെ സൃഷ്ടിക്കുക എന്നതാണ് FCRA ബില്ലിലെ ഒരു പ്രധാന വ്യവസ്ഥ. ഈ കാര്യങ്ങളിങ്ങനെ പല നിയമങ്ങളുണ്ടല്ലോ, നിയമത്തിൻ്റെ വഴിക്ക് അങ്ങ് പോകുന്നേ എന്ന് പറയുന്നൊരിതുണ്ടല്ലോ, ഒരു അഴകുഴമ്പൻ നയം. അവിടെ കാലാകാലങ്ങളിലെ പുതുക്കേണ്ടുന്ന വ്യവസ്ഥകൾ പുതുക്കാതിരിക്കുക, ഇവരുടെ ലൈസൻസ് പുതുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് FCRA രജിസ്ട്രേഷൻ റദ്ദാക്കി കളയും. അതിനുള്ള സാധുത നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന വിദേശ സംഭാവനകളും സംഘടനകളുടെ വിദേശ സംഭാവനകളും ആസ്തികളും അതിൻ്റെ മേൽനോട്ടം വഹിക്കുക പിന്നെ ആരായിരിക്കും എന്നറിയാമോ? കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു നിയുക്ത അതോറിറ്റി ആയിരിക്കും എന്നർത്ഥം. നിയമമുണ്ടാക്കി അവിടുന്ന് വരുന്ന സ്വത്ത്, അവിടുന്ന് വരുന്ന പണത്തിന് കണക്ക് വേണം, കാര്യങ്ങൾ വേണം, നിയമം ഉണ്ടാക്കി. ആര് കൊടുക്കാൻ? പക്ഷേ ഇനി അത് പറ്റില്ല. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതുവരെ കിട്ടിയ സ്വത്ത്, അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ സ്വത്തുകൾ, അത് കെട്ടിടങ്ങളാകട്ടെ വസ്തുക്കളാകട്ടെ പണമാകട്ടെ എല്ലാം തന്നെ വാരി പിടിച്ച് കൊണ്ടുപോകും. അതാണ് പുതിയ വ്യവസ്ഥ. നിർദ്ദിഷ്ട ചട്ടക്കൂട് പ്രകാരം ഒരു സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ വിദേശ സംഭാവനകളും ആസ്തികളും തുടക്കത്തിൽ താൽക്കാലികമായിട്ട് ഈ പറഞ്ഞ അതോറിറ്റിയിൽ നിക്ഷിപ്തമായിരിക്കും. പിടിച്ചെടുക്കുന്നതിൻ്റെ അർത്ഥം നല്ല ഭാഷയിൽ പറയുമ്പോൾ ഈ മേൽപ്പറഞ്ഞ അതോറിറ്റിയിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ
അതുവരെ അവർ സ്വീകരിച്ച സംഭാവനകൾ, ആ സംഭാവനകളുടെ പേരിൽ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുമെന്ന് സാരം. ഒരിക്കൽ അതോറിറ്റി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതൊക്കെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ. കാലഹരണപ്പെടുന്ന സമയത്ത്, അതായത് ലൈസൻസിൻ്റെ കാലാവധി എക്സ്പയറി ആവുന്ന സമയത്ത് അത് പുതുക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതുക്കൽ വേണ്ടെന്ന് പറയുമ്പോഴോ FCRA സർട്ടിഫിക്കറ്റ് നിർത്തലാക്കുന്നതിനുള്ള വ്യവസ്ഥയും ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനം പ്രവർത്തനരഹിതമാകുമ്പോഴോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർത്തലാക്കുമ്പോഴോ ആസ്തികളുടെയും വിദേശ സംഭാവനകളുടെയും കൈകാര്യം ചെയ്യൽ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ആർക്കെന്നില്ലാതെ പോകുന്നില്ല, എല്ലാം അങ്ങോട്ട് പോകുന്നർത്ഥം, കേന്ദ്ര ഗവൺമെൻറ് കയ്യിലേക്ക് പോകുന്നർത്ഥം. ആരാധനാലയങ്ങൾ പോലുള്ള ആസ്തികൾക്ക് നിയുക്ത അതോറിറ്റി അവയുടെ മതപരമായ സ്വഭാവം നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് നിർദ്ദിഷ്ട ചട്ടക്കൂടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടാക്കിയ ഒരു പള്ളി എന്ന് വെച്ചോളൂ, ഒരു ക്രിസ്ത്യൻ ചർച്ച്, അവിടെ ഫാദർമാർ അവിടെ ആരാധന നടക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ ആരാധനാലയം പോലെ ഈ പൈസ കൊണ്ട് ലൈസൻസ് റദ്ദാക്കിയതിന് ശേഷം അല്ലെങ്കിൽ സ്വയം റദ്ദായതിനു ശേഷം ഉള്ള കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ആസ്തികൾ ഇത്തരം ആരാധനാലയങ്ങൾ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ മതപരമായ സ്വഭാവം ഉൾക്കൊള്ളുന്നതാണെങ്കിൽ അത് അതേപോലെ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് നിർദ്ദിഷ്ട ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരായിരിക്കും നടത്തുക. നിയുക്ത അതോറിറ്റിയുടെ ഉത്തരവുകൾക്കെതിരെ പുനഃപരിശോധനയ്ക്കും ജുഡീഷ്യൽ അപ്പീലിനുമുള്ള അവകാശവും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ഞങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ ഞങ്ങളുടെ ആസ്തികൾ പിടിച്ചെടുത്തു എന്നും പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുത്താൽ പിറ്റേ ദിവസം തീർപ്പാവുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ പൂച്ചവാൽക്ക് വാ എലിവാൽക്ക് വാ എന്ന് പറഞ്ഞൊരു 14 വർഷം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകളാവുന്ന സമയത്ത്, സിവിൽ കേസുകളാവുന്ന സമയത്ത് അത് തീരണമെങ്കിൽ വട്ടിപ്പണ കേസ് തീർന്ന എത്ര 100 വർഷം കഴിഞ്ഞിട്ടാണ്. നിയമലംഘനങ്ങൾക്കുള്ള പരമാവധി തടവ് 5 വർഷത്തിൽ നിന്ന് 1 വർഷമായിട്ട് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകളെ യുക്തിസഹമാക്കാനും നിർദ്ദിഷ്ട നിയമനിർമ്മാണം ശ്രമിക്കുന്നുണ്ട്. FCRA പ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സംസ്ഥാന ഏജൻസികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി തേടണമെന്നും ഇത് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കാര്യമായിട്ട് കഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇളവ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണമെങ്കിലോ ഒക്കെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുമുണ്ട്. പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം ജൂലൈ 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 അവസാനിക്കും. ജൂലൈ 20 പ്രതിഷേധക്കാർക്കെതിരെ ഡൽഹി പോലീസ് നടത്തിയ നടപടി ഉൾപ്പെടെയുള്ള അത് പിന്നെ അവിടെ ചർച്ച ചെയ്യും, അത് വേറെ കാര്യം. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം, FCRAയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടവും ഇല്ല. കാര്യങ്ങൾക്കൊരു കണക്ക് വേണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, തൃശ്ശൂർ ഭാഷ, കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്കും കുണുക്കും വേണം എന്ന് പറയില്ലേ, അത്ര മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് പൈസ കൊടുക്കുമ്പോൾ, സ്വന്തം മക്കൾക്ക് പണം കൊടുക്കുമ്പോൾ പോലും പല കാരണവന്മാർ അത് എഴുതി വയ്ക്കും. കുട്ടികൾക്ക് പണം കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ. എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കാൻ 50 പൈസ രമേശൻ വാങ്ങിച്ചു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നാളെ ആവശ്യം വരും എന്നർത്ഥം. അവരാണ് പറയുന്നത് പൈസ ഞാൻ കൊടുക്കും, കണക്ക് എഴുതി വയ്ക്കും, ഏതിനും ഒരു കണക്കും കൊടുക്കും വേണമല്ലോ എന്ന് പറയണത് അവരാ. ആറ്റിക്കളയുമ്പോഴും അളന്ന് കളയണമല്ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ, ഇനി അങ്ങോട്ട് വിദേശ പണം കൊണ്ടുവരുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കർശന നിബന്ധനകളുണ്ടാകും, അത്രമാത്രം. എല്ലാം നോക്കിക്കാണാനും വിലയിരുത്താനും മുകളിലൊരുവനുണ്ട് എന്ന് സാരം. നമസ്കാരം.